ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാരണാസിയിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലവുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ഉഭയകക്ഷി ചർച്ചയുടെ ഭാഗമായി ശാസ്ത്ര സാങ്കേതിക മേഖല, സമുദ്രശാസ്ത്രം, ഭരണ പരിശീലനം, ടെലിമെട്രി എന്നീ മേഖലകളിലെ 4 ധാരണാപത്രങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈമാറി. സംസ്ഥാനത്തിന്റെ ആദ്യ സമഗ്ര നഗര നയം രൂപീകരിക്കുന്നതിനുള്ള 2 ദിവസത്തെ അർബൻ കോൺക്ലേവിന് നാളെ തുടക്കമാകും. കൊച്ചിയിൽ നടക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നഗര നയ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള 10 മേഖലകളെ സംബന്ധിച്ച ചർച്ചകൾ കോൺക്ലേവിൽ നടക്കും. കേരള നിയമസഭ മുൻ സ്പീക്കറും മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന പി തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1982 മുതൽ 1996 വരെ പെരുമ്പാവൂർ MLA ആയിരുന്ന അദ്ദേഹം 95-ൽ AK ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായി. 1991 മുതൽ 95 വരെ സ്പീക്കറായും അദ്ദേഹം പ്രവർത്തിച്ചു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നെടുമ്പാശ്ശേരി ഷാബോർ അഫ്രേത്ത് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ. വിവാദങ്ങളിൽപ്പെടാതെ സൌമ്യപ്രകൃതനായി രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു പി തങ്കച്ചനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. അക്ഷയ സെന്ററുകൾ അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് പൊതുജനങ്ങളിൽ നിന്ന് സേവന നിരക്ക് ഈടാക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി. പൊതുജനങ്ങളെ സർക്കാർ സേവനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് അക്ഷയ കേന്ദ്രങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും ലാഭം ലക്ഷ്യമാക്കിയുള്ള വാണിജ്യ കേന്ദ്രങ്ങളായി അവയെ കണക്കാക്കാനാകില്ലെന്നും ജസ്റ്റിസ് N നാഗരേഷ് ഉത്തരവിട്ടു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഈ മാസം 15-ന് തുടക്കമാകും. ഒക്ടോബർ 10 വരെ 12 ദിവസം സഭ സമ്മേളിക്കും. ആദ്യ ദിനം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, വാഴൂർ സോമൻ MLA എന്നിവർക്ക് അനുശോചനമർപ്പിച്ച് സഭ പിരിയും. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അവലോകനം ചെയ്തു. ഉത്തരാഖണ്ഡിന് അദ്ദേഹം 1200 കോടി രൂപയുടെ സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചു. സ്ത്രീ മുന്നേറ്റവും വികസിത ഭാരതമെന്ന ലക്ഷ്യവും മുൻനിർത്തി ലോകത്തെ ആദ്യത്തെ ത്രിസേന വനിതാ സമുദ്ര പര്യവേക്ഷണമായ സമുദ്ര പ്രദക്ഷിണം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച യാത്രാ സംഘത്തിൽ 10 വനിതാ ഓഫീസർമാരാണുള്ളത്. ആത്മനിർഭർ ഭാരത് ദർശനത്തിന്റെയും സൈനിക നയതന്ത്രത്തിന്റെയും വിജയമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയിലെ ബദ്ഗാമിൽ നിന്ന് ഡൽഹിയിലെ ആദർശ് നഗർ സ്റ്റേഷനിലേക്ക് പാഴ്സൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വ്യാപാരികൾക്കും കർഷകർക്കും ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്ന ട്രെയിനിലെ പാഴ്സൽ വാൻ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സൌകര്യമുണ്ടാകും. US-ൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയും പോഡ്കാസ്റ്റ് റേഡിയോ കമന്റേറ്ററുമായ ചാർലി കിർക്കിനെ വെടിവെച്ചയാൾക്കായുള്ള തിരച്ചിൽ ഊർജിതം. ഇന്നലെയാണ് 31-കാരനായ കിർക്ക് ഉട്ടായിലെ ഒരു സർവകലാശാല പരിപാടിക്കിടെ വെടിയേറ്റ് മരിച്ചത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി 102 പുതിയ ഫിഷറീസ് സ്ഥാപനങ്ങൾക്ക് കൂടി യൂറോപ്യൻ യൂണിയൻ അംഗീകാരം. അമേരിക്കൻ ചുങ്കമടക്കമുള്ള വെല്ലുവിളികളെ മറികടന്ന് യൂറോപ്യൻ വിപണിയിൽ ശക്തമായി ചുവടുറപ്പിക്കാൻ ഈ തീരുമാനം ഇന്ത്യയ്ക്ക് സഹായകമാകും. അധ്യാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് UAE-യിലുടനീളമുള്ള CBSE സ്കൂളുകളിലെ അഡൽ ടിങ്കറിംഗ് ലാബുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്തു. വിദേശത്തുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ നൂതനാശയങ്ങളും നൈപുണ്യവും വളർത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നേപ്പാളിലെ കാഠ്മണ്ഡു, ലളിത്പൂർ, ഭക്തപൂർ ജില്ലകളിൽ നിരോധനാജ്ഞയും കർഫ്യൂവും നീട്ടി. നാളെ രാവിലെ 6 മണിവരെ നിയന്ത്രണങ്ങൾ നീട്ടിയതായി നേപ്പാളി സൈന്യം അറിയിച്ചു. എന്നാൽ അവശ്യ സേവന വാഹനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാവുന്നതാണ്. സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നേപ്പാളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡെങ്കു, മലേറിയ വ്യാപനം തടയാൻ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ അവലോകനം ചെയ്തു. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകണമെന്നും പകർച്ചവ്യാധികളുടെ ഫലപ്രദമായ നിയന്ത്രണത്തിനായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.